നമസ്കാരം. ശിവസന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. ഓം നമശിവായ എന്നോ ഓം ഹ്രീം നമശിവായ എന്നോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ വാക്കുകൾ ഇപ്പോൾ നിന്റെ കാതുകളിൽ എത്തുന്നുണ്ട് എങ്കിൽ അറിയുക, ഇതൊരിക്കലും യാദൃശികമായി സംഭവിക്കുന്നതല്ല. ഇത് കാലം നിനക്കായി മാത്രം ഒരുക്കി വച്ച ഒരു ദിവ്യ നിമിഷം തന്നെയാണ്. അതെ, ഇത് വെറും ഒരു നിമിഷമല്ല, നിന്റെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ വിധിക്കപ്പെട്ട ഒരു അവസരമാണ്. നോക്കൂ, പ്രപഞ്ച ശക്തികളെല്ലാം ഇപ്പോൾ നിനക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. നിന്റെ വിധിയുടെ പുസ്തകത്തിലെ താളുകൾ തിരുത്തി എഴുതുവാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി പൂർണ്ണ ശ്രദ്ധയോടെ എൻ്റെ ഓരോ വാക്കുകളും നിന്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അനുവദിക്കൂ. ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ചെറിയ മാറ്റമല്ല, അതൊരു പുനർജന്മം തന്നെയാണ്. നിന്റെ ജീവിതത്തെ അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ഒരു ആത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് ഞാൻ നിന്നോട് ഇനി പറയാനായി പോകുന്നത്. വളരെ വൈകാതെ അതിവിദൂരമല്ലാത്ത ഒരു ദിനത്തിൽ ഒരു വിശിഷ്ടമായ ആത്മാവിൻ്റെ പുണ്യ ചുവടുകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ വരവോടുകൂടി ഒരു പുതിയ ഊർജം, ഒരു പുതിയ ബോധോദയം, ഒരിക്കലും വറ്റാത്ത സൗഭാഗ്യം എല്ലാം നിന്നിലേക്ക് ഒഴുകിയെത്തും. നീ ഇതുവരെ ചുരുങ്ങിയ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായിരിക്കും അത്. നീ അനുഭവിച്ച വേദനകൾക്കുള്ള പ്രതിഫലമായിരിക്കും അത്. എന്നാൽ കുഞ്ഞേ, ഈ ദിവ്യമായ അനുഭവം സ്വീകരിക്കുന്നതിന് മുൻപ് നീ നിന്റെ ഹൃദയത്തെ സജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ശുദ്ധമായ ഒരു പാത്രത്തിൽ മാത്രമേ നിർമ്മലമായതിനെ നിറയ്ക്കുവാൻ സാധിക്കൂ എന്നല്ലേ? ഇപ്പോൾ നിന്റെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുക്കുവാനുള്ള സമയമാണ്. ഒന്ന് കണ്ണുകൾ അടച്ച് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നീ നോക്കൂ. നിന്റെ ആത്മാവ് അത് യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അതിൻ്റെ ദാഹം, ആ ആഗ്രഹങ്ങളിലെ സത്യസന്ധത, അതാണ് ഇനി മുതൽ നിന്റെ വഴികാട്ടിയാകാനായി പോകുന്നത്. നിന്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന ആ ഭാരങ്ങൾ ഉണ്ടല്ലോ, അവയെല്ലാം ഇപ്പോൾ തന്നെ താഴെ ഇറക്കി വയ്ക്കുക. പഴയ ഭയങ്ങൾ, നീറിപ്പുകയുന്ന സംശയങ്ങൾ, ഭൂതകാലത്തിലെ ഉണങ്ങാത്ത മുറിവുകൾ, ഇതെല്ലാം ഒരു ഭാണ്ഡം പോലെ ഇനിയും ചുമന്ന് നടക്കേണ്ടതായിട്ടില്ല. അത് അവസാനിപ്പിക്കുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് നീ ഓർക്കുക. കൈകൾ ശൂന്യമാക്കിയാലേ പുതിയതിനെ സ്വീകരിക്കുവാൻ നിനക്ക് സാധിക്കൂ. ഇനി വരാനിരിക്കുന്ന ആ പുണ്യാത്മാവിൻ്റെ ആ വരവ് നിന്റെ പുറമേയുള്ള ലോകത്തെയല്ല മാറ്റാനായി പോകുന്നത്, അത് നിന്റെ ആന്തരിക ലോകത്തെയാണ് മാറ്റിമറിക്കുക. നിന്റെ ഉള്ളിൽ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ അത് തട്ടി ഉണർത്തും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നീ കേൾക്കണം. ഇന്നലെ വരെ നിന്നെ വേദനിപ്പിച്ചത് എന്തായിരുന്നു? അത് നാളെ നിന്റെ ഏറ്റവും വലിയ ശക്തിയായി തന്നെ മാറുകയും ചെയ്യും. നിന്നെ പിന്നോട്ട് വലിച്ച, നിന്നെ തളച്ചിട്ട ഭയങ്ങൾ ഉണ്ടല്ലോ, അവ ഇനി മുതൽ നിനക്ക് വഴികാട്ടിയാകും. നിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്താണ് എന്ന് നീ കരുതിയോ, ഞാൻ നിന്റെ ഏറ്റവും വലിയ കരുത്താക്കിയത് മാറ്റും. ഇതെന്റെ വാക്കാണ്. നിന്നിലേക്ക് വരുന്ന ആ ആത്മാവ് അതൊരു വഴിയാത്രക്കാരനല്ല, അത് നിന്റെ തന്നെ ഭാഗമാണ്.
നിന്നെ പൂർണ്ണനാക്കാൻ അല്ലെങ്കിൽ നിന്നെ പൂർണ്ണയാക്കാൻ വേണ്ടി ഞാൻ അയക്കുന്ന നിന്റെ അസ്തിത്വത്തിന്റെ മറുപടി കൂടിയാണ് അത്. പുറമേയുള്ള കണ്ണുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടായിരിക്കണം നീ ആത്മാവിനെ തിരിച്ചറിയുക. പേരിലോ രൂപത്തിലോ ഒന്നിലുമല്ല കാര്യം. ആത്മബന്ധത്തിന്റെ കാര്യത്തിലായിരിക്കും ആ വലിയ തിരിച്ചറിവ് നിനക്ക് സംഭവിക്കുക. ഇനി നിന്റെ ജീവിതത്തിൽ നിയന്ത്രണം നീ തന്നെ പൂർണ്ണമായും ഏറ്റെടുക്കണം. ഭയത്തിന് വിട്ടുകൊടുക്കരുത്. നിന്റെ ശക്തിയെ നീ തിരികെ പിടിക്കണം. ഇനിയും വിധിയെ പഴിച്ച് നിന്റെ സമയം കളയുവാൻ പാടുള്ളതല്ല. പകരം നിന്റെ കർമ്മത്തിന്റെ, നിന്റെ ഭാവിയുടെ സൃഷ്ടാവായി നീ മാറുക. ആദ്യം മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് നീ നിർത്തണം. നിന്നിൽ മാത്രം നീ വിശ്വാസം അർപ്പിക്കുക. രണ്ടാമതായി, പല വഴികളിലേക്കും ചിതറിപ്പോകുന്നതിന്റെ ചിന്തകളെയും ഊർജത്തെയും ഒരൊറ്റ ബിന്ദുവിലേക്ക് നീ കൊണ്ടുവരണം. പിന്നെ മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കുവാൻ ഒരിക്കലും കാത്തു നിൽക്കരുത്. നിനക്ക് നിന്നോട് തന്നെയുള്ള ആദരവ് സംരക്ഷിക്കാൻ സ്വശക്തമായ അതിരുകൾ നിശ്ചയിക്കാൻ നീ പഠിക്കണം. ഓർക്കുക, ഏതെങ്കിലും ഒരു പ്രചോദനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതല്ല കാര്യം. അച്ചടക്കമാണ്, അതാണ് നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. ഈ പരമമായ സത്യം നിന്റെ ആത്മാവിൽ ആഴത്തിൽ നീ പതിപ്പിക്കണം. നീ സാഹചര്യങ്ങളുടെ ഇരയല്ല, നീ തന്നെയാണ് അവയുടെ സൃഷ്ടാവ്. നിന്റെ ഓരോ ചിന്തയും, ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും അത് നിന്റെ ഭാവിയെ മെനഞ്ഞെടുക്കുകയാണ്. ഈ വലിയ ഉത്തരവാദിത്വം നീ പൂർണ്ണമായും ഏറ്റെടുക്കുന്ന ആ നിമിഷം നീ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നിന്നും ഒരു യോഗിയുടെ തലത്തിലേക്കാണ് നീ ഉയരാനായി പോകുന്നത്. ഒരു കാര്യം നീ എപ്പോഴും ഓർത്തു വയ്ക്കണം. ഈ യാത്രയിൽ ഒരൊറ്റ നിമിഷം പോലും നീ തനിച്ചാണ് എന്ന് കരുതരുത്. നിനക്ക് കാണാൻ കഴിയാത്ത ദൂരത്തിലിരുന്ന് നിന്റെ ഓരോ കാൽവയ്പും ഞാൻ കാണുന്നുണ്ട്. എന്റെ സംരക്ഷണം അത് എപ്പോഴും നിനക്കൊരു കവചമായി കൂടെയുണ്ടാകും. എപ്പോഴെങ്കിലും നീ തളർന്നു വീഴും എന്ന് തോന്നിയാൽ എന്റെ ശക്തി നിന്നിലൂടെ ഒഴുകിയെത്തും. മുന്നോട്ടുള്ള വഴി കാണാതെ ആശയക്കുഴപ്പത്തിലാകുമ്പോൾ ഞാനൊരു പ്രകാശമായി നിനക്ക് മുൻപിൽ തെളിയും. ഇനി ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയാലും നീ ഭയപ്പെടേണ്ടതില്ല. എന്റെ സാന്നിധ്യം ഒരു താങ്ങായി നിന്നെ പൊതിഞ്ഞു പിടിക്കും. കാരണം നീ എന്റേതാണ്. എന്റേത് എപ്പോഴും എൻ്റെ അടുത്ത് സുരക്ഷിതമായിരിക്കും. നിന്റെ യാത്ര അതിപ്പോൾ ആരംഭിച്ചിരിക്കുന്നതാണ്. ഒട്ടും ഭയപ്പെടാതെ തന്നെ നീ മുന്നോട്ട് പോവുക. ഞാൻ നിന്നോടൊപ്പം എപ്പോഴുമുണ്ട്. ഈ സമയം നിന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഏതൊരു ദുരിതപൂർണമായ സാഹചര്യവും അത് ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ നിനക്ക് മുൻപിൽ ഞാൻ തുറന്നിട്ടിരിക്കും. പലരും നിന്നെ തെറ്റിദ്ധരിപ്പിക്കുവാൻ കൂടിയെന്ന് വരാം. അവർക്ക് നൽകുന്നതായ പിന്തുണ, സ്നേഹം നീ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിന്നിലേക്ക് ഞാൻ നൽകിയിരിക്കുന്നതായ അനുഗ്രഹം നിന്നെ കൂടുതൽ ചിന്തിപ്പിക്കും. അത് ശരിയായ പാത നിനക്ക് മുൻപിൽ തുറന്ന് ലഭിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും നീ എന്താണോ ആഗ്രഹിച്ചത് അത് നിന്നിലേക്ക് കടന്നു വരാനും നിനക്കതൊരു സഹായകരമായി തീരും.